നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സ്വദേശിവൽക്കരണം കടുപ്പിക്കുന്നതിന്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഒമാൻ. ഒമാനൈസേഷൻ പാലിക്കാത്ത സ്വകാര്യ മേഖലാ കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെടുന്നതെന്ന് മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് വിലക്ക്. സ്വദേശിവൽക്കരണ നിരക്ക് ഒമാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ നിരക്കുകൾ പാലിക്കാത്ത കമ്പനികളുമായി കരാർ ഉണ്ടാക്കരുതെന്നാണ് ടെൻഡർ ബോർഡിന്റെ നിർദ്ദേശം. എല്ലാ മന്ത്രാലയങ്ങളും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് ജനറൽ സെക്രട്ടേറിയറ്റ് ഓഫ് ടെൻഡർ ബോർഡ് സർക്കുലറിലൂടെ അറിയിച്ചു. എല്ലാ ടെൻഡർ രേഖകളിലും സ്വദേശിവൽക്കരണ നിരക്ക് പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടും സ്വദേശി തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരു ക്ലോസ് വയ്ക്കണമെന്നാണ് ടെൻഡർ ബോർഡിന്റെ നിർദ്ദേശം. ടെൻഡർ നൽകുന്നതിന് മുൻപ് ബിഡിംഗ് കമ്പനികൾ ആവശ്യമായ സ്വദേശീകരണ ലെവലുകൾ പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ സ്ഥാപനങ്ങൾ പരിശോധിക്കണം. തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നുള്ള ഡാറ്റയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സനദ് ഇലക്ട്രോണിക് ടെൻഡർ സിസ്റ്റം വഴിയാണ് സർക്കുലർ ഈ പരിശോധന നടത്തുന്നത്. ഒമാനിൽ രജിസ്റ്റർ ചെയ്യാത്ത എന്നാൽ അന്താരാഷ്ട്ര ടെൻഡറുകളിൽ പങ്കെടുക്കാത്ത വിദേശ സ്ഥാപനങ്ങളും ഇക്കാര്യം പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കും. രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലെ ഒമാനൈസേഷൻ നിരക്കിലുണ്ടാകുന്ന അസമത്വത്തെക്കുറിച്ച് മന്ത്രാലയം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വലിയ കമ്പനികളിൽ 1000-ഓളം 2,45,000 പ്രവാസികൾക്കൊപ്പം ഒമാനി പൗരന്മാരെയും ജോലിക്കെടുക്കുന്നുണ്ട്. 19,000 സ്ഥാപനങ്ങളിൽ 3 ലക്ഷം പ്രവാസികൾക്കൊപ്പം 60,000 ഒമാനികൾക്ക് മാത്രമേ ജോലി നൽകുന്നുള്ളൂ. 1.1 ദശലക്ഷത്തിലധികം പ്രവാസികൾ ജോലി ചെയ്യുന്ന 2,40,000 അധിക സ്ഥാപനങ്ങളിൽ ഒമാനൈസേഷൻ നിരക്ക് 0-ആണ്. ഈ സാഹചര്യത്തിലാണ് മന്ത്രാലയം ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനിടെ സൗദി അറേബ്യ വലിയ തോതിലുള്ള സാമ്പത്തിക പരിവർത്തനത്തിന് വിധേയമാകുമ്പോൾ തന്നെ രാജ്യത്തെ ആളുകൾക്ക് ചിലവ് വലിയ തോതിൽ കുറയ്ക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നുണ്ടെന്നാണ് ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ ഒലിവർ വൈമാന്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2024 ഡിസംബറിൽ 3,500 സൗദി ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിച്ച സർവേ അടിസ്ഥാനമാക്കിയാണ് സൗദി അറേബ്യയിലെ ഉപഭോക്താക്കളുടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെലവ് ശീലങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ എന്ന തലക്കെട്ടിൽ ഒലിവർ വൈമാൻ തങ്ങളുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 56% ഉപഭോക്താക്കൾക്കും സൗദി അറേബ്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും 44% പേർ നിഷ്പക്ഷരോ നിരാശാവാദികളോ ആണ് എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് 18 മുതൽ 29 വയസ്സ് പ്രായമുള്ള യുവജനങ്ങളിൽ 49% മാത്രമാണ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. ഇത് മൊത്തം ശരാശരിയേക്കാൾ കുറവുമാണ്. റിപ്പോർട്ട് പ്രകാരം ആവശ്യേതര വിഭാഗങ്ങളിൽ ചെലവ് കുറയ്ക്കലും വലിയ തോതിലാണ്. ഡൈനിങ് 39%, വിനോദം 38%, വീട്ടുപകരണങ്ങൾ 38%, ഇലക്ട്രോണിക്സ് 37% എന്നിവയിലെ ചെലവാണ് ആളുകൾ പ്രധാനമായും കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. 48% ഉപഭോക്താക്കൾ വിലയിൽ താരതമ്യം ചെയ്ത് വിലക്കുറവുള്ള സാധനങ്ങളും സേവനങ്ങളുമാണ് സ്വീകരിക്കുന്നത്. 47% ആളുകളും വലിയ പർച്ചേസുകൾക്കായി പ്രമോഷനുകളും ഓഫറുകളും തേടുമ്പോൾ 46% കുറഞ്ഞ വിലയിലുള്ള റീറ്റെയിലർമാരെ തിരഞ്ഞെടുക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ആവശ്യ ഗ്രോസറി വിഭാഗങ്ങളിൽ 15% ഉപഭോക്താക്കൾ മാത്രമാണ് ബ്രാൻഡ് മാറ്റാൻ തയ്യാറുള്ളത്. അതായത് സ്ഥിരമായി വാങ്ങുന്ന സ്റ്റോറുകളിൽ നിന്നാണ് അധികം ആളുകളും പഴവും പച്ചക്കറികളും വാങ്ങുന്നത്. എന്നാൽ ഡൈനിങ് 31%, ഇലക്ട്രോണിക്സ്, വിനോദം 30% എന്നിവയിൽ വില കുറഞ്ഞ മറ്റു ബ്രാൻഡുകളൊക്കെ മാറാൻ ഉപഭോക്താക്കൾ തയ്യാറാണ്. ഗ്രോസറികൾ, ഷോപ്പിംഗ്, ഫിസിക്കൽ സ്റ്റോറുകൾ പ്രധാനമായി തുടരുമ്പോൾ തന്നെ ഇലക്ട്രോണിക്സ്, ഫാഷൻ, വിനോദം എന്നിവയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. 43% ഓൺലൈൻ ഷോപ്പർമാർ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഉൽപ്പന്നമാണ് കൂടുതലായും വാങ്ങിക്കുന്നത്. വിനോദ മേഖലയിലും ചെലവുകൾ ആളുകൾ വലിയ തോതിൽ കുറച്ചു കൊണ്ടുവരുന്നുണ്ട്.